നമസ്കാരം, എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും. ഓക്കെ, നമുക്കൊരു ചോദ്യം നോക്കാം. 36,500 രൂപയ്ക്ക് 10% സാധാരണ പലിശ നിരക്കിൽ ഫെബ്രുവരി 21 മുതൽ ഏപ്രിൽ 20 വരെയുള്ള സാധാരണ പലിശ എത്ര? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫെബ്രുവരി 21 മുതലാണ് ഏപ്രിൽ 20 വരെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ പലിശ കണ്ടുപിടിക്കാൻ അന്നും ഇന്നും ഒരേ ഇക്വേഷൻ I is equal to PNR/100 ആണ്. I is equal to PNR/100 അല്ലേ. ഈ I is equal to PNR/100-ലെ I അറിയാം, ഇൻട്രസ്റ്റ്, അതാണ് നമുക്ക് വേണ്ടത്. ദെൻ P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയർ ആണ്, എത്ര വർഷമാണെന്നുള്ളത് അല്ലേ. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ, എത്ര വർഷം എന്നുള്ളത്. പക്ഷേ അവിടെയാണ് ഇവിടെ പ്രശ്നം. ഇത് ഫെബ്രുവരി 21 മുതൽ ഏപ്രിൽ 20 വരെയുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളാണ്. നമുക്ക് നോക്കാം എത്ര ദിവസമാണെന്നുള്ളത്. നോക്ക്, ഫെബ്രുവരിയിൽ 21 മുതൽ, ഇപ്പോൾ വർഷത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, കാരണം നമുക്കറിയാം അതിവർഷമുണ്ട്, സാധാരണ വർഷമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്ന് തിരിച്ചറിയാൻ വർഷത്തിനെ കുറിച്ചൊന്നും സൂചിപ്പിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ വിചാരിക്കുക ഇത് സാധാരണ വർഷം തന്നെയാണ്. ഓക്കെ, സാധാരണ വർഷമാണെങ്കിൽ ഫെബ്രുവരിയിൽ 28 ദിവസമാണ്. അപ്പോൾ 21 മുതൽ 28 ദിവസം അല്ലേ, 28 വരെയുള്ള എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ 8 ദിവസം ഉണ്ടാവും അല്ലേ. ശരി, അത് കഴിഞ്ഞ് മാർച്ചിൽ, ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ എത്ര ദിവസം ഉണ്ടത്? മാർച്ചിൽ 31 ദിവസം. ദെൻ ഏപ്രിൽ അല്ലേ, ഏപ്രിൽ 20 വരെ. അപ്പോൾ ഏപ്രിൽ 20 ദിവസം കൂടി, ഏപ്രിൽ 20 വരെ എന്ന് പറയുമ്പോൾ 20 ദിവസമുണ്ട്. ദെൻ കൂട്ടുകയാണെങ്കിൽ ഏപ്രിൽ 20, മാർച്ചിൽ 31, ഫെബ്രുവരിയിൽ 8, മൊത്തം 59 ദിവസമുണ്ടെന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കറിയാം I is equal to PNR/100 ആണ്. അപ്പോൾ നമ്മൾ അറിയണം N, PNR/100-ലെ N എന്ന് പറയുന്നത് എന്താണത്? അത് വർഷത്തെ സൂചിപ്പിക്കുന്നതാണ്. N എന്ന് പറഞ്ഞാൽ വർഷമാണ്. പക്ഷെ നമുക്കിവിടെ 59 ദിവസം എന്നുള്ളതാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ദിവസത്തിനെ എങ്ങനെ വർഷത്തിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം നമ്മൾ അറിയണം. സോ ഞാൻ തന്നിരിക്കുന്ന സംഖ്യകൾ ഇക്വേഷനിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. ഇവിടെ P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, മുതലാണ്. അത് 36,500 ആണെന്ന് ചോദ്യം നമ്മളോട് പറയുന്നുണ്ട്. 36,500 രൂപയാണെന്ന് ചോദ്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, എത്ര വർഷമാണെന്നുള്ളതാണ് അല്ലേ. ഇവിടെ വർഷമല്ല, നമുക്ക് ദിവസമാണ്. 59 ദിവസം എന്നുള്ളതാണ് കിട്ടുന്നത്. സോ 59 ദിവസമാണ്. ഒരിക്കലും ദിവസത്തിലിട്ട് ഇത് മുന്നോട്ട് ചെയ്യരുത്. ദിവസത്തിനെ വർഷത്തിലേക്ക് മാറ്റണം. എങ്ങനെ ദിവസത്തിനെ വർഷത്തിലേക്ക് മാറ്റാം? ഓർത്ത് വെക്കുക, ബൈ 365 ചെയ്യുക എന്നുള്ളത്. എവിടുന്ന് കിട്ടി 365? ഒരു വർഷത്തിൽ 365 ദിവസമല്ലേ, ആ ബൈ 365 ആണ്. ഓക്കെ, ആ 365 കൊണ്ട് ഹരിക്കുമ്പോൾ ദിവസത്തിന് നമ്മൾ വർഷത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ബൈ 365 ചെയ്തു. ഇത് PN ആണിത് മൊത്തത്തിൽ. R നിരക്ക് 10% ചോദ്യം പറഞ്ഞിട്ടുണ്ട്. സോ 10%, 10 എഴുതി അല്ലേ. അപ്പോൾ ഇത് P, ഇതിങ്ങനെ N, 51/365 എന്ന് പറയുന്നത് N, ദെൻ 10 R അല്ലേ. ഇത് PNR, ദെൻ PNR/100 എന്നുള്ളത് ഇക്വേഷനിൽ തന്നെ ഉള്ളതല്ലേ. ആ 100നെ നമ്മളായിട്ട് ഒഴിവാക്കരുത്, ബൈ 100 അവിടെ തന്നെ നിൽക്കട്ടെ. സോ 365 ഇൻറ്റു 100, 36,500, അതങ്ങനെ വെട്ടിപ്പോയി. 59 ഇൻറ്റു 10, 590 എന്നുള്ളത് ആൻസർ ആയിട്ട് വന്നു. 590 ആൻസർ ഓപ്ഷൻ എയിലേക്ക് പോയി. 590 ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8% സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച തുക ഇരട്ടിയാവാൻ എത്ര വർഷം എടുക്കും? ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ഇരട്ടിയാവാൻ വേണ്ട വർഷം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് N is equal to 100/R. ഓക്കെ, N is equal to 100/R. ഓർത്ത് വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. ഇരട്ടിയാവാൻ വേണ്ട വർഷം N is equal to 100/R ആണ്. R എന്ന് പറയുന്നത് നിരക്കാണ്. സോ N is equal to 100 ഡിവൈഡഡ് ബൈ നിരക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 8% ആണെന്ന്. സോ 100/8. 100/8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 12.5 വർഷം എന്നുള്ളത്. ഓക്കെ, 12.5 വർഷം. ഓപ്ഷൻ സിയിലേക്ക് പോകാം, ആൻസർ സി. അപ്പോൾ ഓർത്ത് വെക്കുക, സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാവാൻ വേണ്ട വർഷം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 100/R. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 30,000 രൂപയ്ക്ക് 9% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എത്ര?
അപ്പോൾ നമ്മളിത് ഇക്വേഷൻ വെച്ചിട്ടൊന്നും അല്ല പറയണത്, ഇക്വേഷൻ ഇല്ലാതെ പക്ക ഷോർട്ട് കട്ട് മെത്തേഡിലാണ് പറയുന്നത്, പാസ്കൽസ് മെത്തേഡിൽ. 2 വർഷമാണെങ്കിൽ നമ്മളറിയണം, നമ്മൾ ഉപയോഗിക്കേണ്ടത് 1, 2, 1 എന്നതാണ് പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്ന്. പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്ന് 1, 2, 1 എന്നുള്ളതാണ് നമ്മൾ 2 വർഷത്തേത് ആവുമ്പോൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 30,000 രൂപ എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, 9% പറയുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ, പാസ്കൽസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ 30,000 രൂപയുടെ 9% വെച്ചിട്ട് 2 വർഷത്തിനല്ലേ ചോദിച്ചത്, 2 തവണ കണ്ടുപിടിക്കുക. അതായത് 30,000 രൂപയുടെ 9% 2 തവണ കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യുക. അപ്പോൾ 30,000 രൂപയുടെ 9%, അതായത് 1% എന്ന് പറയുന്നത് 300 9% എന്ന് പറയുന്നത് 2,700. വീണ്ടും ഈ കിട്ടിയ 2,700ൻ്റെ 9% ഒരു തവണ കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ 2,700ൻ്റെ 9% എന്ന് പറയുമ്പോൾ 245 എന്ന് വരും. ഓക്കെ, അടുത്ത് 2,700ൻ്റെ 9% കണ്ടുപിടിക്കണം. 2,700ൻ്റെ 9% എന്ന് പറയുമ്പോൾ 243 എന്ന് വരും, 243. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് 30,000ൻ്റെ 9% വെച്ച് 2 തവണ കണ്ടുപിടിച്ചു. എന്തിനാണ് 2 തവണ കണ്ടുപിടിച്ചത്? 2 വർഷമായതുകൊണ്ട്. 3 വർഷമായിരുന്നെങ്കിലോ 3 തവണ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 തവണ കണ്ടുപിടിച്ചു. ഇനി പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് 1, 2, 1 ആണ്. സോ ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, 30,000 ഇൻറ്റു 1 30,000 തന്നെ. ദെൻ പ്ലസ് 2,700 ഇൻറ്റു 2 55,400, 54 2 0. ദെൻ പ്ലസ് 243 ഇൻറ്റു 1 243 തന്നെ അല്ലേ. ഇനി നമുക്കിവിടെ എന്താ വേണ്ടത്? കൂട്ടുപലിശ എത്ര എന്നുള്ളതല്ലേ ചോദിച്ചത്. കൂട്ടുപലിശ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് രണ്ടും കൂടെ കൂട്ടുക. 5,400ഉം 243, അതായത് 5,643 എന്നുള്ളത് ആൻസർ. 5,643. സോ ഓപ്ഷൻ ബിയിലേക്ക് പോവും, 5,643. അപ്പോൾ ഈ കൂട്ടുപലിശയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിവതും ഷോർട്ട് കട്ട് രീതിയിൽ തന്നെ ചെയ്യുക. ഇക്വേഷൻ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഇത് ആ സമയം എടുക്കുന്നതിൻ്റെ ഒരു 1/4 സമയം കൊണ്ട് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രാമൻ 5,000 രൂപ ഒരു ബാങ്കിൽ 2 വർഷത്തേക്ക് 12% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. രവി ഇതേ ബാങ്കിൽ 5,000 രൂപ കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞ് രവിക്ക് ലഭിക്കുന്ന അധിക തുക എത്ര? ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്. നമ്മൾ സാധാരണ പലിശ, കൂട്ടുപലിശ, ഓക്കെ, ഈ ഒരേ തുക ഒരേ ബാങ്കിൽ ഒരേ നിരക്കിൽ ഒരേ സമയത്തേക്ക്, ഇപ്പോൾ 2 വർഷമാണെങ്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയിലും കൂട്ടുപലിശയിലും നിക്ഷേപിച്ചാൽ കിട്ടുന്ന പലിശകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ? ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് ഇതാ രാമനും രവിയും 2 പേര് അല്ലേ, ഇവർ 2 പേരും 5,000 രൂപയാണ് നിക്ഷേപിച്ചത്. നിക്ഷേപിച്ച തുക തുല്യമാണ്. ഓക്കെ, ഇനി 12% ബാങ്കിൻ്റെ പലിശ നിരക്ക്. 12%, ശരി. തുക ഒന്നാണ്, 12% 2 പേരുടെ നിരക്ക്. അപ്പോൾ നിരക്കും സെയിം തന്നെയാണ്. 2 പേരും 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷേ ഒരാൾ കൂട്ടുപലിശയാണ്, ഒരാൾ സാധാരണ പലിശയാണ്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രവിക്ക് അധികം ലഭിക്കുന്ന തുക എത്രയാണെന്നുള്ളതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരാൾ കൂട്ടുപലിശയാണ്, ഒരാൾ സാധാരണ പലിശയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമല്ലേ കണ്ടുപിടിക്കാൻ ചോദ്യം നമ്മളോട് പറയണത് അല്ലേ. അപ്പോൾ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 2 വർഷത്തേക്ക് ഉള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ P × R/100 ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ, P × R/100 ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കുക. P × R/100 ഹോൾ സ്ക്വയർ. അപ്പോൾ 2 വർഷത്തേക്കുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. P എന്ന് പറയുന്നത് മുതലാണ്, നമ്മൾ കൊണ്ടുവന്നിട്ട പൈസ, അത് 5,000 രൂപ 2 പേരും. ദെൻ R എന്ന് പറയുന്നത് പലിശ നിരക്കാണ്. നിരക്ക് 12% ആണെന്ന് ചോദ്യം തന്നെ പറഞ്ഞു.
അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇക്വേഷനിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. സോ ഇവിടെ 5000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ ഇൻറ്റു R/100. സോ R എന്ന് പറയുന്നത് 12%. സോ ബൈ 100 അതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5000 ഇൻറ്റു 12/100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12/100 2 തവണ എന്നല്ല ഐഡിയ. ഇതല്ലേ. ഇനി ഞാനിതാ ഇവിടുന്ന് 2 പൂജ്യങ്ങൾ വെട്ടി 100ലത്തെ ഇതാ ഈ ഒരു പൂജ്യവും വെട്ടി. ദെൻ 5ഉം 10ഉമായിട്ട് വെട്ടിയ ഇവിടെ ഒരു 2 ഉണ്ടാവും. ഈ 2ഉം ഈ 12ഉം തമ്മിൽ എനിക്ക് ഒരു വെട്ടും കൂടെ വെട്ടിക്കൂടെ. 12/2 എന്ന് പറഞ്ഞാൽ 6 ഉണ്ട്. സോ 6 ഇൻറ്റു 12 ആണ്. 6 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 72 രൂപയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഓപ്ഷൻ ബിയിലേക്ക് പോവും, 72 രൂപ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 2 വർഷത്തേക്ക് P ഇൻറ്റു R/100ൻ്റെ സ്ക്വയറാണ്. സോ ആൻസർ 72, ഓപ്ഷൻ ബി. നമ്മൾ പറയാൻ പോണ ടോപ്പിക്ക് മാത്സിലെ ക്ലോക്കാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു ക്ലോക്കിലെ സമയം 4:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ നമ്മൾ മുൻപ് 12ൽ തുടങ്ങുന്ന സമയങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. 12ൽ തുടങ്ങുന്ന സമയങ്ങളുടെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 0 വരുന്നത്, അതായത് 9 മണി, 8 മണി, 7 മണി, ഇങ്ങനെ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 0 വരുന്ന സമയങ്ങളുടെ കോണളവ്, അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 2 ടൈപ്പും അല്ലാതെ മൂന്നാമതൊരു ടൈപ്പ് 4:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും കൂടെ ഒരുമിച്ചാണ് ഇവിടെ ചെയ്യുക. അതായത് മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 30 കൊണ്ട് ഗുണിക്കുക. ഓർത്ത് വെക്കുക, ഒരു നോട്ടായിട്ട് എഴുതി വെക്കുക. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 30 കൊണ്ട് ഗുണിക്കുക. എത്രയാണ് അത്? 4 × 30 120 എന്ന് വരും. ഇനി അതുപോലെ തന്നെ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 11/2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 11/2 കൊണ്ട് ഗുണിക്കുക. ഓർത്ത് വെക്കുക, മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 11/2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വെട്ടിയ 10 വരും. 10 × 11 110. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും കൂടെ പറയുമോ? അതായത് മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 30 കൊണ്ട് ഗുണിച്ചു, മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 11/2 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ 120ഉം 110ഉം നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 120ഉം 110ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. സോ 10 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ആൻസർ, 10 ഡിഗ്രി, ഓപ്ഷൻ ഡി, 10 ഡിഗ്രി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 30 കൊണ്ടും മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ 11/2 കൊണ്ടും ഗുണിക്കുക. ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. അത് ആൻസർ. മീൻസ് 120 - 110 10 ഡിഗ്രി എന്നുള്ളത് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 10 സെക്കൻഡിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി ചലിക്കും? 10 സെക്കൻഡിൽ മിനിറ്റ് സൂചി, നമ്മൾ പറയുന്നത് മിനിറ്റ് സൂചിയുടെ കാര്യമാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി ചലിക്കും? അറിഞ്ഞിരിക്കുക, 6 ഡിഗ്രി ചലിക്കും. ഓക്കെ, ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി ചലിക്കും എന്ന് ചോദിച്ചാൽ 6 ഡിഗ്രി ചലിക്കും എന്നറിയാം. ഓക്കെ, ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാലേ നമുക്കറിയാം 60 സെക്കൻഡ് അല്ലേ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ 60 സെക്കൻഡിൽ 6 ഡിഗ്രി എന്നല്ലേ അർത്ഥം. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡിൽ 6 ഡിഗ്രി എന്നല്ലേ അർത്ഥം. 60 സെക്കൻഡിൽ 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഡിഗ്രി എന്നർത്ഥം? 6/60, അതായത് 1/10 ഡിഗ്രി എന്നർത്ഥം അല്ലേ. ഒരു സെക്കൻഡിൽ 1/10 ഡിഗ്രി ആയിരിക്കും മിനിറ്റ് സൂചി ഒരു സെക്കൻഡിൽ ചലിക്കുക. റെഡി? അപ്പം നമുക്കിവിടെ വേണ്ടത് 10 സെക്കൻഡിൽ എത്ര ഡിഗ്രി ചലിക്കും എന്നുള്ളതല്ലേ. ഒരു സെക്കൻഡിൽ 1/10 ഡിഗ്രി. അപ്പോൾ 10 സെക്കൻഡിലോ 1/10നെ 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഇത് ഒരു സെക്കൻഡിൽ 1/10. 10 സെക്കൻഡിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? ഒരു സെക്കൻഡിലുള്ളതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ.
അപ്പോൾ ഈ 10ഉം ഈ 10ഉം തമ്മിൽ വെട്ടിപ്പോവും. ആൻസർ 1 ഡിഗ്രി എന്ന് വരും. സോ ഓപ്ഷൻ ഡിയിലേക്ക് പോവും 1 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക, മറക്കരുത്. 1 മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി ചലിക്കുന്നു ചോദിച്ചാൽ 6 ഡിഗ്രി ചലിക്കുന്നു. ഓക്കെ.